നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ഷിയാസ് കരീമിനെതിരെ കഴിഞ്ഞ ദിവസം പരാതിയുമായി ഒരു യുവതി രംഗത്ത് വന്നിരുന്നു. സാമ്പത്തികമായും ലൈംഗികമായും തന്നെ ചൂഷണം നടത്തിയെന്നാണ് പരാതിക്കാരി ഷിയാസ് കരീമിനെതിരെ ആരോപിച്ചിരിക്കുന്നത്. യുവതി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത്. സുഹൃത്തും പങ്കാളിയുമായിരുന്ന ഷിയാസ് കരീം നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പോൺ വെബ്സൈറ്റുകൾക്ക് നൽകുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി 49 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല, ഇൻസ്റ്റഗ്രാം ചാറ്റുകളും വോയിസ് റെക്കോർഡും പണം പലപ്പോഴായി നൽകിയ അക്കൗണ്ട് രേഖകളും പോലീസിന് കൈമാറി. മാനസികമായി തന്നെ പീഡിപ്പിച്ചതിനാലാണ് പരാതിയുമായി മുന്നോട്ട് വന്നതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. നേരത്തെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന മറ്റൊരു യുവതിയുടെ പരാതിയിൽ ഷിയാസ് കരീം അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പരാതിക്കാരി എത്തിയിരിക്കുന്നത്. 3 വർഷം മുൻപ് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് ഫിറ്റ്നസ് ട്രെയിനറായിരുന്ന കാസർഗോഡ് സ്വദേശിയാണ് അന്ന് ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും പലപ്പോഴായി 11 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നുമാണ് യുവതി പറഞ്ഞത്. എന്തായാലും സാമ്പത്തിക വഞ്ചനയ്ക്കും ലൈംഗിക ചൂഷണത്തിനും ഷിയാസിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ബിസിനസ് പങ്കാളിയായ യുവതി നൽകിയ പരാതിയിൽ പാലാരിവട്ട പോലീസാണ് കേസെടുത്തത്. 65 ലക്ഷം രൂപയോളം തട്ടിയെടുത്തെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയുമെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. വിദേശത്ത് ബിസിനസ് ചെയ്തിരുന്ന യുവതി 2024 ഓഗസ്റ്റ് മുതലാണ് ഇൻസ്റ്റഗ്രാം വഴി ഷിയാസ് കരീമുമായി പരിചയപ്പെടുന്നത്. തുടർന്ന് ഇരുവരും ബിസിനസ് പങ്കാളികളാവുകയായിരുന്നു. പുതിയ ജിം ആരംഭിക്കുമ്പോൾ പങ്കാളിത്തം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഷിയാസ് 65 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. എന്നാൽ പണം കൈപ്പറ്റിയ ശേഷം വാഗ്ദാനം പാലിച്ചില്ല എന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷിയാസ് വഞ്ചിച്ചു അല്ലെങ്കിൽ പറ്റിച്ചു എന്നതടക്കമുള്ള പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തുക തിരികെ ചോദിക്കുന്നുണ്ട്. തിരികെ ചോദിക്കുമ്പോൾ യുവതിയുടെ നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളും അശ്ലീല വെബ്സൈറ്റുകളും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പാലാരിവട്ടം പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാനസികമായി കടുത്ത പീഡനം നേരിട്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പോലീസിനെ സമീപിച്ചതെന്നും യുവതി വ്യക്തമാക്കി. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച് ഷിയാസ് കരീം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇതൊരു വ്യാജ പരാതിയാണെന്നും തനിക്കെതിരെ കേസ് കൊടുത്ത സ്ത്രീ 60 വയസ്സ് പ്രായമുള്ളയാളാണെന്നും ഷിയാസ് പറയുന്നു. തന്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള സ്ത്രീയാണിതെന്നും ഈ വിഷയത്തിൽ കുടുംബം തനിക്കൊപ്പമുണ്ടെന്നും ഷിയാസ് കരീം വ്യക്തമാക്കി. തന്റെ പേരിൽ ഒരു പീഡന പരാതി വന്നിട്ടുണ്ട്. തന്റെ പേരിൽ പരാതി കൊടുത്ത സ്ത്രീക്ക് 60 വയസ്സുണ്ട്. അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം എന്തായാലും തനിക്കില്ല. തന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമാകാറായി. തനിക്കൊരു കുഞ്ഞുണ്ട്. താൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്കിപ്പോൾ സ്ത്രീകളുമായി ഇടപഴകാൻ തന്നെ ചെറിയൊരു പേടിയാണ്. കാരണം മുമ്പേ എനിക്കെതിരെ ഒരു ആരോപണവും കള്ളക്കേസുമെല്ലാം ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാലുവാണ്. പിന്നെ ഇപ്പോൾ പരാതിയുമായി വന്ന സ്ത്രീ, അവർക്ക് 10-60 വയസ്സുണ്ട്. എൻ്റെ കുടുംബവുമായി വളരെ അടുപ്പമുള്ള സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും റിസപ്ഷനും അബുദാബിയിലെ പരിപാടിക്കെല്ലാം വന്നിട്ടുണ്ട്. തന്നെ അറിയാവുന്നവർക്കെല്ലാം ആ സ്ത്രീയെയും അറിയാം. കേസുള്ളത് കൊണ്ട് പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. FIR ഇട്ടോ എന്ന് അറിയില്ല. നിങ്ങൾക്ക് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. എൻ്റെ ഭാര്യയുടെയും എൻ്റെ ഉമ്മയുടെയും കയ്യിൽ നിന്ന് ഇവർ കുറച്ച് സ്വർണം വാങ്ങിയിട്ടുണ്ട്. പെങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കുറച്ച് പ്രശ്നങ്ങൾ വന്ന ശേഷമാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞത്. പിന്നെ ഈ സ്ത്രീ എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെട്ടിരുന്നു. അതിൽ പ്രശ്നമായപ്പോഴാണ് ഇവർ സ്വർണം വാങ്ങിക്കൊണ്ടുപോയ കാര്യം അറിയുന്നത്. കാശും സ്വർണവും വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനും മറ്റുമായി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അവരുടെ കോടികൾ പറ്റിച്ചു എന്നൊക്കെ അവർ പറയുന്നു. ബിസിനസ് ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി കുറച്ച് നാൾ മുമ്പ് ഈ സ്ത്രീ എന്നെ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ചിലതൊക്കെ ഇട്ടപ്പോൾ ഞാൻ അവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസിൻ്റെ പേരിൽ ഇവർക്ക് നോട്ടീസ് ചെന്നപ്പോൾ അവർ എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസുമായി വന്നിരിക്കുകയാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. കേരള പോലീസിലും നമ്മുടെ കോടതിയിലും നിയമത്തിലും വളരെയധികം വിശ്വാസമുള്ളയാളാണ് ഞാൻ. മുമ്പും ഇതുപോലൊരു കേസിൻ്റെ പേരിൽ ഫൈറ്റ് ചെയ്തയാളാണ് ഞാൻ. അതും ഒരു കള്ളക്കേസായിരുന്നു. അതുപോലെ തന്നെ ഈ കേസിൽ ഞാൻ ഫൈറ്റ് ചെയ്യും. ആ സ്ത്രീ ചെറിയ പെണ്ണൊന്നുമല്ല. എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. ഇതൊക്കെ പറയാനാണ് ഞാൻ വന്നത്. തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ മാറ്റമുണ്ടാവില്ല. അത്രയും ധൈര്യം എനിക്കുണ്ട്. മാത്രമല്ല, എൻ്റെ കുടുംബവും എന്നെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും കൂടെയുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഫൈറ്റ് ചെയ്യുമെന്നും ഷിയാസ് വ്യക്തമാക്കി.